നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്നല്ലേ ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ. നല്ല വിശപ്പ്. പഠിക്കേ. ആ പിശാച് പെണ്ണ് കണ്ടില്ല. ഭാഗ്യം. കള്ളത്തരമുണ്ടല്ലോ. ഇതാരോ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പോലെയുണ്ടല്ലോ. അപ്പൊ അപ്പച്ചി വീടിന് പുറത്തിറക്കോ ഈ പ്ലേറ്റിൽ ഭക്ഷണമായിട്ട് പോയതാണല്ലേ? ആ ജാക്കിയെ പോലീസ് പിടിക്കുമായിരുന്നു. പക്ഷേ ജാക്കിയെ പർദ്ദയിട്ട ഒരു സ്ത്രീ വന്ന് രക്ഷിച്ചു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ജാക്കി ഏത് നിമിഷവും ലച്ചുവിന്റെ അടുത്തെത്തും. ലച്ചുവും സഞ്ജുവും സൂക്ഷിക്കണം. പർദ്ദ വേഷത്തിൽ അവിടെ വന്ന് ജാക്കിയെ രക്ഷിച്ചത് കവിത തന്നെയാ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജാക്കിയെ പോലീസ് ചോദ്യം ചെയ്ത ആ കൊലക്കുറ്റം കവിതയുടെ തലയിൽ വന്നു ചേരില്ലേ? അപ്പൊ എന്തു വില കൊടുത്തും കവിത ജാക്കിയെ രക്ഷിക്കും. ഈശ്വര, ഇനി ആ ജാക്കിയെ ഇവിടെ എവിടെയെങ്കിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടറെ, എന്താ ലച്ചു? അതെ, എനിക്കിപ്പോ ഒരു വലിയ ഡൗട്ട് തോന്നുക. ഡൗട്ടോ? എന്താ? കവിതപ്പച്ചി പതിവില്ലാതെ പുറത്തേക്ക് ഭക്ഷണം എടുത്തോണ്ട് പോയി. അങ്ങനെ പുറത്തേക്ക് ഭക്ഷണം എടുത്തോണ്ട് പോയത് എന്തിനാ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇനിയും പുറത്തു കൊണ്ടുവച്ച് കഴിച്ചതാവോ? അവരുടെ നീക്കത്തിൽ എനിക്കെന്തോ ഒരു സംശയം. പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന ആ ജാക്കിയെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലോ? ഇനി ജാക്കിക്ക് കൊടുക്കാനാവോ കവിതപ്പച്ചി ഭക്ഷണം എടുത്ത് പുറത്തേക്ക് പോയത്? എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഒരു വീട്ടിൽ തന്നെ ഒരു കൊലപാതകയെ ഒളിപ്പിക്കാൻ അത്ര ധൈര്യമൊന്നും അവർ കാട്ടില്ല. എന്നാലും നമുക്ക് ആ വീടിനകത്തും ചുറ്റും ഒഴിഞ്ഞിടക്കുന്ന ഷെഡിനകത്തൊന്ന് പോയി നോക്കിയാലോ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അത്ര ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. അങ്ങനെ ചെയ്താലേ അത് പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. എന്നാലും എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാ, അവര് ജാക്കിയെ മറ്റെവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഡോക്ടർ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും
ജാക്കി എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ സംശയം. എല്ലാവരും സൂക്ഷിക്കണം, ശരിക്കും സൂക്ഷിക്കണം. എനിക്കിനി സഞ്ജുവിനെ ഫേസ് ചെയ്യാൻ പോലും കഴിയില്ല. ശരി, വേണ്ടത് ഞാൻ ചെയ്യാം. ജോയിന്റ് പെറ്റീഷൻ തന്നെയാണ് നല്ലത്. താങ്ക് യു മാഡം. പെറ്റീഷൻ തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ സ്വാതിയെ വിളിക്കാം. ശരി മാഡം. എന്റെ തീരുമാനം മാറുമെന്ന പ്രതീക്ഷയിൽ മാഡം കാത്തിരിക്കണ്ട. എത്രയും വേഗം മാഡം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മരണത്തിനും ജീവിതത്തിനും ഇടയില്ല ഞാൻ. ശരി മാഡം. സ്വാതി, സ്വാതി എന്താ ഇവിടെ? ഞാൻ അഞ്ജലിയുടെ വീട്ടിൽ വന്നതാ. എന്തിനാ നീ എന്നിന്ന് ഇങ്ങനെ ഓടി വിളിക്കുന്ന? എനിക്കത് അറിയണം. അത് പറഞ്ഞിട്ട് നീ പോയാ മതി. ഇതൊരു പബ്ലിക് പ്ലേസാ. ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സഞ്ജു, മുന്നിൽ നിന്ന് മാറ്. എനിക്ക് പോണം. മാറിയില്ലെങ്കിലോ? നീ എന്ത് ചെയ്യുമെന്ന് കാണിക്ക്. ഞാനല്ല കാണിക്കാൻ പോകുന്നത്, കണ്ടു നിൽക്കുന്നവരാ. ഞാൻ തടഞ്ഞു നിർത്തിയത് ഏതൊരു പെണ്ണിനെയല്ല, ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ. നീ ആളെ വിളിച്ചു കൂട്ടും, ഞാൻ കേൾക്കാൻ ചെയ്തോളാം. എനിക്ക് സഞ്ജുവിനോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. നീ സംസാരിച്ചേ പറ്റൂ. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചിന്തിക്കാനുള്ള വിവേകം നിനക്കില്ലേ? ആരോട് ഒരു അക്ഷരം പോലും പറയാതെ നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിന്നെ തേടി നിന്റെ വീട്ടിൽ വന്ന എന്റെ മുന്നിൽ നീ വാതിൽ വലിച്ചടച്ചു. വിളിച്ച കോള് കട്ട് ചെയ്യും. ഇതിന് മാത്രം നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എന്റെ ഭാഗത്തു നിന്ന് നിനക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ പറ സ്വാതി. നീ പറയാതെ ഞാൻ എങ്ങനെ അതറിയും? എന്നോട് പറയാൻ മനസ്സില്ലെങ്കിൽ നീ നിന്റെ അച്ഛനോട് അമ്മയോട് പറ. ഞാൻ അനുഭവിക്കുന്ന വേദന നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എന്ത് വേദനയാ സഞ്ജുവിനുള്ള? ഒന്ന് പറഞ്ഞേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.